അപ്പോൾ ഇതാ രാവിലെ ബലിയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് മാമാർ രണ്ടുപേരും കൂടി ചേർന്ന് അമ്മാമ്മയ്ക്ക് വിളക്കൊക്കെ കത്തിച്ച് അമ്മാമ്മയ്ക്ക് ഇതാ കഞ്ഞിയും അതുപോലെ തന്നെ കറിയൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്മാമ്മയ്ക്ക് ഇടത്തിയ സ്ഥലത്ത് ഇതാ വിളക്കൊക്കെ കത്തിച്ച് ചന്ദനത്തിലേക്ക് കത്തിച്ച് പൂവൊക്കെ ഇട്ട് തൊഴുത് കേട്ടോ. അപ്പോൾ അമ്മാമ്മ നമ്മളെ വിട്ടു പോയിട്ട് 1 വർഷമായി എന്ന് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല. നമുക്കുണ്ടായാലും ഏറ്റവും വലിയൊരു നഷ്ടം തന്നെയാണ് കേട്ടോ നമ്മുടെ അമ്മാമ്മ നമ്മളെ വിട്ട് പോയത്. അങ്ങനെ ഇത് അമ്മാമ്മയ്ക്ക് കഞ്ഞി വെച്ച ശേഷം എന്താ ഞങ്ങൾ കഞ്ഞി കുടിക്കായിരുന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മളെ വളരെ അടുത്ത ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവും. ഉച്ചയ്ക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ വന്നത്. അപ്പോൾ അത് അച്ചു വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് കുനിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്തോട്ട് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി. അപ്പം ഉച്ചയ്ക്കത്തെ ഫുഡ് ബിരിയാണിയും ചിക്കനും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിനുള്ള കൂട്ടങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലൊരാൾ വന്ന് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. ലിസ്റ്റ് എഴുതി തന്ന പ്രകാരം ഞങ്ങൾ സാധനങ്ങളെല്ലാം മേടിച്ച് വെച്ചിട്ട് ആൾ വീട്ടിൽ വന്ന് വെക്കുകയാണ് ചെയ്തത്. ഫുഡൊക്കെ ഉള്ളായിരുന്നു, പക്ഷേ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. ഇനി ഇതാ സ്ക്രീനിലേക്ക് 2 കുട്ടികളുടെ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. അവരിന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇവർ തമ്മിൽ 8 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. എൻ്റെ മാമൻ്റെ മോളാണ് എൻ്റെ അനിയത്തിൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഗൈസ്. ബൈ ബൈ.